നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ രാജ്യത്ത് ക്രൈസ്തവർക്ക് എതിരായ അതിക്രമങ്ങൾ 4 മടങ്ങായെന്നാണ് റിപ്പോർട്ടുകൾ. 2014 ശേഷം 864 കേസുകളാണ് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ ഓഫ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. 2024 മാത്രമായി 640 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2023 601 കേസുകളാണ് രേഖപ്പെടുത്തിയത്. 2014 രേഖപ്പെടുത്തിയ 147 കേസുകളിൽ നിന്ന് ഏകദേശം 4 ഇരട്ടി വർധനവാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഉണ്ടായത്. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഭരണത്തിലിരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത്. 188 കേസുകളാണ് യോഗിജിയുടെ UPയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത എത്ര എണ്ണം എന്ന് ആലോചിച്ചാൽ മതി. 2024 ശിക്ഷകൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് UP സർക്കാർ മതപരിവർത്തന നിരോധന നിയമം ഭേദഗതി ചെയ്തിരുന്നു. ഇതോടെ 60-ലധികം ക്രിസ്ത്യാനികളാണ് UPയിൽ അറസ്റ്റിലായത്. ഛത്തീസ്ഗഡിൽ 150 കേസുകൾ, രാജസ്ഥാനിൽ 40 കേസുകൾ, പഞ്ചാബിൽ 38, ഹരിയാനയിൽ 34 എന്നിങ്ങനെയാണ് കണക്കുകൾ. പഞ്ചാബിൽ കഴിഞ്ഞ ക്രിസ്മസ് കാലയളവിൽ 11 അക്രമ സംഭവങ്ങളാണ് നടന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അതിക്രമങ്ങളിൽ വലിയ തോതിൽ വർധനവുണ്ടായെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 129 അറസ്റ്റുകളും 4 കൊലപാതകങ്ങളുമാണ് ഈ 10 വർഷത്തിനിടയിൽ രേഖപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തിയെന്ന പരാതികളിൽ 255 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശാരീരികമായും ലൈംഗികമായും ആക്രമിച്ചതിന് 136 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പൺ ഡോർസ് 2025 പുറത്തുവിട്ട റിപ്പോർട്ടിൽ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളിൽ ഇന്ത്യ 11ാം സ്ഥാനത്താണ്. 2013 ഇത് 33ാം സ്ഥാനമായിരുന്നു. കഴിഞ്ഞ വർഷം ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളെ പ്രതിഷേധിച്ച് 400 ക്രിസ്ത്യൻ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്തും അയച്ചിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളെ അടക്കം അപലപിച്ചായിരുന്നു നേതാക്കൾ കത്തെഴുതിയത്. അതിനിടെ മതപരിവർത്തന നിരോധന നിയമമായി മുന്നോട്ട് പോകരുതെന്ന് അരുണാചൽ പ്രദേശ് സർക്കാരിനോട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ആവശ്യപ്പെടുകയും ചെയ്തു. മണിപ്പൂരിൽ ഇപ്പോഴും തുടരുന്ന സംഘർഷങ്ങളിൽ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നതിന് പറയത്തക്ക പ്രതിഷേധം ഇല്ലാത്തവരാണ് കൂടുതൽ ആളുകൾ. കേരളത്തിൽ PC ജോർജ് അടക്കമുള്ളവർ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് BJPയുമായി ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകളൊന്നും അവരെ ബാധിക്കില്ല. അവർ അത് കണ്ടതായി നടിക്കുക പോലുമില്ല. കാരണം അതൊക്കെ നടക്കുന്നത് ഉത്തരേന്ത്യയിലാണ്.